പൂക്കൃഷി നടത്തുകയാണ്. നമുക്ക് ഒരുപാട് സ്വപ്നമുള്ള ഒരു മണ്ണാണ് ഈ പറഞ്ഞ പോലെ ഇരട്ടക്കുളം. ഈ നിൽക്കുന്നവരൊക്കെയും തന്നെ കഴിഞ്ഞ വർഷവും നമ്മൾ പദ്ധതി ഇട്ടതാണ് ഇരട്ടക്കുളത്തിൽ നമുക്കൊരു പുഷ്പകൃഷി നടത്തണമെന്ന്. അന്ന് കഴിഞ്ഞ വർഷം അതിന്റെ പദ്ധതി രൂപപ്പെട്ടില്ല. എന്നാൽ ഇത്തവണ നേരത്തെ തന്നെ നമ്മുടെ കൃഷി ഓഫീസറും നമ്മുടെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തും ഒക്കെ ആലോചിച്ച് വളരെ സഹകരണത്തോടെ നമ്മൾ ഈ ഇരട്ടക്കുളത്തിൽ പുഷ്പകൃഷി യോഗത്തിന് സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ ഡി ഷാജി അവർകളെ ഞാൻ ആദ്യമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്ന വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമതി ലില്ലി മോഹൻ അവർകളെ ഞാൻ ഹാർദവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഡിവിഷന്റെ മെമ്പറായ ശ്രീമതി രേണുക അവർകളെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ നേമം ബ്ലോക്കിലെ AD മേഡത്തിന്റെ പേരറിഞ്ഞൂടാ, മേഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേഡത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്തോളുന്നു. അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്ലോറൻസ് സരോജം നമ്മുടെ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. മേഡത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ബിന്ദു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർകളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളായ കാരോട് വാർഡ് മെമ്പർ അനീഷ്, അതുപോലെ പടവൻകോട് വാർഡ് മെമ്പർ സുരേഷ്, അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അതുപോലെ കൃഷി ഓഫീസർ, പിന്നെ മിണ്ണങ്കോട് വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു, അതുപോലെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ AE കലാമേഡം, ഓവർസിയർ ശരത്ത്, അതുപോലെ നമ്മുടെ CDS ചെയർപേഴ്സൺ ശ്രീമതി ബേബി എന്നിവരെല്ലാം, അതുപോലെ ഇന്ന് നമ്മൾക്ക് വേണ്ടി എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം നൽകുന്ന നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാർ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ കർഷകരെയും ഇതിനുവേണ്ടി നല്ല മനസ്സോടെ പ്രവർത്തിക്കാൻ വന്ന് എത്തിച്ചേർന്ന ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മഹനീയ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് ആദരണീയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലില്ലി മോഹൻ അവരെ ക്ഷണിച്ചു. വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ നൂലിയോട് വാർഡിന്റെ ഇരട്ടക്കുളത്തിന്റെ ഭാഗത്ത് ഇന്നു മുതൽ ആരംഭിക്കുന്ന പുഷ്പകൃഷിയുമായി ബന്ധപ്പെട്ട തൈനടീൽ മഹോത്സവമാണ് നടത്തപ്പെടുന്നത്. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും വിളപ്പിൽ ശാല വാർഡ് മെമ്പറുമായിരിക്കുന്ന ശ്രീ ഡി ഷാജി അവർകൾ, നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ചായ നൂലിയോട് വാർഡിന്റെ പ്രിയങ്കരനായ മെമ്പർ ഗിരീഷ് കുമാർ, അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന പഞ്ചായത്ത് തൊഴിലുറപ്പിന്റെ AE, കൃഷി ഓഫീസർ, മറ്റ് എൻ്റെ സഹമെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് മെമ്പർമാർ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അതിലുപരിയായി ഇവിടെ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ സ്നേഹമുള്ളതായ കർഷക സുഹൃത്തുക്കൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായൊരു സമയമാണിത്. വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ മുൻ വർഷങ്ങളിൽ കാരോട് വാർഡ് കടുമ്പ് എസ്റ്റേറ്റിൽ മാത്രമാണ് നമുക്ക് പുഷ്പകൃഷി വലിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മിക്ക വാർഡുകളിലും ഈ വർഷം മുതൽ നമുക്ക് പുഷ്പകൃഷി ആരംഭിക്കുവാനും അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകൾ നടുവാനും ഇടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ നമുക്കിന്ന് ഇരട്ടക്കുളത്തിൻ്റെ ഭാഗത്ത് പുഷ്പകൃഷിയും അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകൾ നടുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടായത്. അതിൽ വളരെയധികം അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. അതിലുപരിയായി ഈ സ്ഥലം ഇത്രയും മനോഹരമായി കിളച്ച് വൃത്തിയാക്കി തൊഴിലുറപ്പിലെ തൊഴിലാളികളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത വാർഡ് മെമ്പറെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ ഈ തൈനടീൽ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുള്ള പരിപാലനവും അതോടൊപ്പം തന്നെ വിളവെടുപ്പ് വരെ നിങ്ങളുടെ എല്ലാവരെയും പരിപൂർണമായ സഹകരണം ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു.
എല്ലാവിധ ഭാവങ്ങളും ഇതിനെ ആശംസിക്കുകയും വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ഈ ഡിവിഷൻ മെമ്പറായ ശ്രീമതി രേണുക അവരുടെ ക്ഷണിച്ചു. ആദരണീയനും ബഹുമാന്യനുമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ഷാജി അവർകൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ലില്ലി മോഹൻ അവർകൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഫ്ലോറൻസ്, ഈ വാർഡിൻ്റെ അമരക്കാരൻ ശ്രീ ഗിരീഷ്, പടവങ്കോട് വാർഡ് മെമ്പർ സുരേഷ്, മിണ്ണങ്കോട് വാർഡ് മെമ്പർ മഞ്ജു, ബ്ലോക്ക് AD, കൃഷി ഓഫീസർ, മറ്റ് CDSൻ്റെ ചെയർപേഴ്സൺ, AE, ഓവർസിയർ, ഇവിടെ കൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കാരണം നമ്മുടെ തോവാളയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ പൂവുകളെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാണ് നമ്മൾ അത്തപ്പൂവൊക്കെ ഇടുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പൂ ഉപയോഗിച്ച് അത്തപ്പൂക്കളം ഒരുക്കാനും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കുമൊക്കെ ഉപകരിക്കാൻ നമ്മുടെ കൂട്ടായ, അതായത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും NREGSും PMKSYയും ഒക്കെ സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പുഷ്പകൃഷി തൈനടിയിൽ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി എത്തിയിട്ടുണ്ട്. ഔദ്യോഗിക നിർവഹണമായി കുറച്ച് താമസിച്ചു പോയി. ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് സ്നേഹമുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഹരി ജി എസ് അവർ ക്ഷണിച്ചു. ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ, നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് പൂവണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ, നമ്മുടെ NRGSൻ്റെ പ്രവർത്തകരെ, ബ്ലോക്ക് മെമ്പർമാരെ എല്ലാവരെയും ഈ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ വരാൻ പോകുന്ന 2 മാസം കഴിഞ്ഞ് ഒരു വിളവെടുക്കുന്ന ഒരു പൂക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും താല്പര്യപ്പെട്ട് സ്ഥലങ്ങൾ നോക്കി ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അതിലേക്ക് നമ്മൾ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൂടി ഉള്ളതിനാൽ ഏറ്റവും വേഗത്തിൽ തന്നെ കൃഷി വകുപ്പിൽ നിന്നുള്ള സഹായത്തോടെ നമ്മളത് പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംരംഭത്തിന് ഇപ്പോൾ പല പഞ്ചായത്തുകൾ നമ്മുടെ വിളപ്പിൽ നേമം ബ്ലോക്കിലുള്ള പല പഞ്ചായത്തുകളും ഇത് ആവിഷ്കരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മളിതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ശരിക്കും നമ്മുടെ തൊഴിലുറപ്പ് ജീവനക്കാരാണ് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ആകമാനം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ചുവള്ളൂർ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പ്രോഗ്രാം വളരെ മഴക്കാലത്ത് ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയായിരിക്കും അത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ശരിക്കും വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന പഞ്ചായത്തിനെ തിരിച്ച് കൃഷിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ പരിപാടി ശരിക്കും ഞാൻ പറയും, അത് കൂടിപ്പോവുക എങ്കിൽ ക്ഷമിക്കുക. ഇതിൻ്റെ അമരക്കാരൻ നമ്മുടെ കൃഷി ഓഫീസറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടി ആശംസാർപ്പിച്ച് സംസാരിക്കുന്നതിന് ക്ഷണിക്കും. പറയൂ. ഇല്ല, അപ്പോൾ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനിരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട അമ്മമാരെ, വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഇരട്ടക്കുളത്തിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം 1 വർഷം മുമ്പാണ് ഞാനും നമ്മുടെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട എൻ്റെ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ പൂവ് നമ്മൾ വന്നു, പാർക്കും നമ്മുടെ ജനകീയാസ പ്രോജക്റ്റിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് രണ്ടും നടപ്പിലാകും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പൂവ് നമ്മൾ വിളവെടുക്കും ഓണത്തിന് തീരുന്നില്ല, വീണ്ടും ഇവിടെ റിപ്പീറ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പഞ്ചായത്ത് വക ഭൂമിയിൽ പഞ്ചായത്ത് വക എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് ഒരു മാതൃക വിളപ്പിൽ കാട്ടിക്കൊടുക്കുന്നു. ഒത്തിരി മാതൃകകളാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. എങ്ങനെയൊക്കെ എവിടെയൊക്കെ നമുക്ക് പെരുമാറണം, എങ്ങനെ നമുക്ക് ചെയ്യാം, അതിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗപ്പെടുത്താം. ഇപ്പം എന്നെ ഹെഡ് ചെയ്യുന്നത് ബ്ലോക്ക് ലെവലിലെ ADA ആണ്. അപ്പോൾ ADAയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ടീമുണ്ട്. അപ്പോൾ ADA നേതൃത്വ ടീമും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വ ടീമും ഒത്തുചേർന്നാൽ ഇതുപോലുള്ള വിപ്ലവം സൃഷ്ടിക്കാം. ശരിക്കും നമ്മൾ പഞ്ചായത്തിൽ 20 സുഹൃത്തുക്കളുണ്ട്. വളരെ നല്ല സഹൃദനായ സെക്രട്ടറിയും ജീവനക്കാരും ഉണ്ട്. ഞങ്ങൾ മാലയിലെ ഓരോ മുത്തുകൾ കൂട്ടിച്ചേർന്നത് പോലെയാണ് നിൽക്കുന്നത്. അതിന് യാതൊരു പ്രശ്നവും ഒരിടവും ഇല്ല. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സന്തോഷമാണ്. കാരണം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് കരകുളത്തൊന്ന് ചെയ്യാൻ പറ്റി. പിന്നെ അടുത്ത വിളപ്പിലാണ്. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും അറിയാം. ഒരു കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സന്തോഷം. വളരെ കാര്യമായിട്ട് തന്നെ തൊഴിലുറപ്പ് എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം എയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമെന്ന്. ഇപ്പോൾ എന്നെക്കാളും മുന്നിൽ കുറേ അമ്മമാരും അപ്പൂവന്മാരും ഒരു മേസ്രിയുണ്ട്. മേസ്രി തോതൊക്കെ വളരെ കറക്റ്റായിട്ട് എടുത്താണ് ഇന്നലെ കുഴിവെട്ടി പോയത്. അപ്പോൾ എല്ലാത്തരം ടെക്നിക്കൽ ആൾക്കാരും ഇതിനകത്തുണ്ട്. ഒരു ടീം വർക്കാണ് നമ്മുടെ. ശരിക്കും വിളപ്പിൽ ടീമാണ്. അവിടെ നമ്മൾ ഇരട്ടക്കുളം ഒരു ടീം സെപ്പറേറ്റ് ഉണ്ടാക്കി നമ്മൾ കാര്യമായിട്ട് ചെയ്യും. ഇനി ഈ പൂവ് ഉൽപ്പാദിപ്പിച്ച് പറിച്ചെടുത്ത് വിറ്റ് ഇതിൽ നിക്ഷേപിക്കുന്ന പൈസ തിരിച്ചെടുക്കുന്നവർ നമുക്ക് വിശ്രമമില്ല. ശരിയല്ലേ? എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ നാട്ടുകാരുടെ പ്രൊട്ടക്ഷൻ ഒത്തിരി നാട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീകണ്ഠൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഈ വീട്ടിലെ ചേട്ടൻ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. രാവിലെ അമ്പലത്തിൽ വരുന്ന ആൾക്കാർ പിന്നെ നടപ്പാതെ ഇതെല്ലാം നമുക്കത് ഒന്നുകൂടെ ഉഷാറാക്കണം. ഇപ്പം നല്ല രീതിയിൽ പഞ്ചായത്ത് ടീമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് നന്നായിട്ട് വിജയം ഉണ്ടാകും എന്ന് പ്രതീക്ഷയുണ്ട്. ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. കാരണം നമ്മുടെ നേരെ മുന്നിൽ ഈശ്വരനാണ്. അപ്പോൾ ആ ഈശ്വരനെ സാക്ഷി നിർത്തി ഇത് വൻ വിജയമാകും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിളപ്പിൽ പഞ്ചായത്തിന്റെ പരിപാടിയാണ്. അവിടെ ശരിക്കും നന്ദി കൃഷി ഓഫീസറായിരുന്നു പറയേണ്ടത്. പക്ഷെ കൃഷി ഓഫീസർ വന്ന് ആവേശത്തോടെ ആശംസ പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് കൃതജ്ഞത എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷമാണ് പൂക്കൃഷി എന്നുള്ള ഒരാശയം നേമം ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പോട്ട് വയ്ക്കുകയും അത് ഏറ്റവും ഭംഗിയായിട്ട് വിളപ്പിൽ പഞ്ചായത്തിലെ കടമ്പു എസ്റ്റേറ്റിൽ കഴിഞ്ഞ വർഷം 3 ഏക്കർ സ്ഥലത്ത് ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞ വർഷം കൃഷി ഓഫീസർ ജയദാസിന്റെ നേതൃത്വത്തിൽ NREGS സഹോദരിമാരുടെ ഒരു പൂർണ്ണ സഹകരണത്തോടെ ഏറ്റവും നന്നായിട്ട് അവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തൊട്ടുക്ക് തന്നെ എല്ലായിടത്തും കൃഷിയിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്ത എല്ലാ പഞ്ചായത്തുകളും ഏറ്റെടുക്കാൻ ആ ഒരു പരിപാടി സഹായകരമായി എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട്. അതിൽ പ്രത്യേകിച്ചും വിളപ്പിൽ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം കൃഷി ഓഫീസർ തന്നെ വിചാരിച്ചാൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. അതിൽ പഞ്ചായത്തിന്റെ എല്ലാ NREGS, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, കർഷകർ എല്ലാവരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ കടമ്പ് എസ്റ്റേറ്റിന്റെ വിജയത്തിന്റെ പിന്നിൽ. ഈ വർഷം അതിന്റെ ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നേമം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളെയും അത് MLAയുടെ ഒരു സ്വപ്നം കൂടെയാണ്. നമ്മുടെ പൂവും നമ്മുടെ പച്ചക്കറിയും നമ്മുടെ ഓണത്തിനെന്നുള്ളത് ആ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വർഷത്തെ ഓണം ലക്ഷ്യമിട്ടുള്ള കൃഷി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിളവിക്കും. എങ്കിലും എന്തായാലും ജയദാസ് പറഞ്ഞ പോലെ ഒരു ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലമാണ്. നമ്മുടെ കൂടെ ഈശ്വരൻ ഉണ്ടാവും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ പൂക്കൃഷി മാത്രമാണോ അതോ പച്ചക്കറിയുണ്ട്. അപ്പൊ പച്ചക്കറിയും കൂടെ ഉള്ളത് ഏറ്റവും നല്ലതാണ്. കാരണം ഒരു അഡീഷണൽ വരുമാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പച്ചക്കറിയെ ആശ്രയിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതിന് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ബഹുമാനായ വാർഡ് മെമ്പർമാരുടെ ഒരു സഹകരണം ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരിടത്തും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഒരു ടീമാണ് വിളപ്പിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്യാനും വിളവെടുക്കാനും നമുക്ക് സാധിക്കട്ടെ. ഏറ്റവും നല്ല ഒരു ഫലം ദൈവം നമുക്ക് തരട്ടെ. അതിന് നിങ്ങളെ എല്ലാവർക്കും ബ്ലോക്കിന്റെ വകയായിട്ടുള്ള ആശംസ ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടിയിൽ സഹകരിച്ചു
സഹകരിച്ച എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ കൃതജ്ഞത ഒറ്റ വാക്കിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇയാള് തളിക്കാതെ കൊണ്ട് എല്ലാവർക്കും അറിയാലോ. ഇതുപോലെ നമ്മൾ തൈ ഇട്ടിട്ടങ്ങ് പോയാൽ മതി. ഇതിലെ ചുവപ്പ് തൈ വരും, ഇതിലെ ചുവപ്പ്, അടുത്ത മഞ്ഞ, അടുത്ത അപ്പൊ ചുവപ്പ് ആദ്യം ഇട്ടിട്ട് പോകും, പിന്നെ മഞ്ഞ ഇട്ടിട്ട് പോകും. ഇതുപോലെ ഇട്ടിട്ട് പോയി കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആദ്യം ചുവപ്പ് നാട്ട് തീർക്കുക. വെള്ളം അങ്ങനെ വീട്ടിൽ അത് ഈ ഉച്ചയ്ക്ക് വെള്ളം എടുത്ത് വെച്ചാൽ ഉച്ച സമയത്ത് വെള്ളം എടുത്ത് വെച്ചാൽ കുറച്ച് കൈ നനയ്ക്കാവും.